ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയിലെ സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള സിലബസ് ആണ്. അപ്പോൾ KSEB സബ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ പോസ്റ്റുകളൊക്കെ വിളിക്കാനിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിലബസും ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രോണിക്സ് എക്സാം വരുന്ന പല എക്സാമുകൾക്കും ഉള്ള സിലബസും തമ്മിൽ കുറേ സാമ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. സബ് എഞ്ചിനീയർ സിലബസ് ആണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആദ്യം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പാർട്ട് 2 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ പാർട്ട് 1 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ ആദ്യം വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഓംസ് ലോ അങ്ങനെയുള്ള ഡെഫിനേഷൻസ്, യൂണിറ്റ്സ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ്, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, അപ്പോൾ ദെൻ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ DC സർക്യൂട്ട്സ്, സീരീസോ പാരലലോ, സീരീസ് പാരലലോ ഒക്കെ വരുന്നു. നെറ്റ്വർക്ക് തിയറംസ് എല്ലാം വരുന്നു. അത് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് വരുന്നുണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും. ഇപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്? ഓക്കെ, മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇല്ലാതെ വരുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വരുന്നത്. കപ്പാസിറ്റർ ഒക്കെ വരുന്നത് അവിടെയാണ്. ദെൻ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അങ്ങനെ വരുന്നു. കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ് ഇത്രയും പോർഷൻസ് വരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം ഉടനെ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അത് മറ്റുള്ള എല്ലാ എക്സാമുകൾക്കും, ഇപ്പോൾ വരുന്ന അഗ്രോ മെഷീനറി എക്സാം വരുന്നുണ്ട്, അതിനൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ് അത് കഴിയുമ്പോൾ അപ്പോൾ അതിൽ തന്നെ കപ്പാസിറ്ററിൽ തന്നെ കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സ്ഫിയർ ഉണ്ട്, സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ദെൻ കപ്പാസിറ്റർ ഇൻ സീരീസ് അതുപോലെ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ ഉണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസ്സുകൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുക. എനർജി സ്റ്റോർഡിന് കപ്പാസിറ്റർ വേണം. ദെൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്, കമ്പാരിസൺ ഓഫ് ലെഡ് ആസിഡ് ആൻഡ് ആൽക്കലൈൻ സെൽ, പിന്നെ ഇനീഷ്യൽ ചാർജിങ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ന്യൂ ബാറ്ററീസ്, ചാർജിങ് മെത്തേഡ്സ്, ആംപിയർ അവർ, അതുപോലെ വാട്ട് അവർ എഫിഷ്യൻസീസ്, ഗാൽവനൈസിങ് ആൻഡ് അനോഡൈസിങ് എന്താണ് ഡിഫറൻസ്, ദെൻ എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് അലൂമിനിയം, ഫീൽഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കി, ഇലക്ട്രോളിസിസ് വന്നു. ദെൻ മാഗ്നറ്റിസത്തിനകത്താണ് ഈ പെർമിയബിലിറ്റി വരുന്നത്, ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇതിനെല്ലാം ഡെഫിനിഷൻസ്, യൂണിറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഇക്വേഷൻസും, ഫ്ലെക്സ് ആൻഡ് ഫ്ലെക്സ് ഡെൻസിറ്റി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ദ ഫ്ലെക്സ് ഡെൻസിറ്റി മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതായത് ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ, BH കർവ്, മെത്തേഡ്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഒക്കെ പഠിക്കണം. പിന്നെ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓഫ് എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതുപോലെ ഫോഴ്സ് ഓൺ എ ലോങ് സോളിനോയിഡ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓൺ എ ലോങ് സോളിനോയിഡ്. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിനെ പറ്റി പറയുമ്പോൾ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് അഥവാ MMF, റിലക്റ്റൻസ്, ആംപിയർ ടേൺസ് എന്താണ്, പെർമിയൻസ് എന്നാണ്, റിലക്ടിവിറ്റി, പിന്നെ കമ്പാരിസൺ ഓഫ് ദ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറണ്ട്, അതുപോലെ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. പിന്നെ എക്സ്പ്രഷൻ ഫോർ ദിസ് ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണ്, ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്. ഇത്രയും വരുമ്പോഴേക്കും ആ മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് AC ഫണ്ടമെന്റൽസ് ആണ്.
AC ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ജനറേഷൻ ഓഫ് AC വോൾട്ടേജ് എങ്ങനെയാണ്, ആൻഡ് കറണ്ട് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് വേവ് ഫോംസ്, ഡെഫിനിഷൻ ഓഫ് സൈക്കിൾ, അതുപോലെ ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, അതുപോലെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഫേസ് ഡിഫറൻസ്, റിലേഷൻ ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി, പോൾസ് ആൻഡ് സ്പീഡ്. എന്തൊക്കെയാണ് ഫ്രീക്വൻസിയും പോൾസും സ്പീഡും തമ്മിലുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷനാണ് N=120F/P. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ദെൻ AC വോൾട്ടേജ്, AC കറണ്ടിൻ്റെ ആ ഒരു AC ഫണ്ടമെൻറ്റൽസിനകത്ത് തന്നെ AC ത്രൂ R പഠിക്കണം, AC ത്രൂ L പഠിക്കണം, C പഠിക്കണം. അതിൻ്റെ എല്ലാത്തിലുള്ള വോൾട്ടേജ്, കറണ്ട്, പവർ. ദെൻ പവർ ഫാക്ടർ ഇൻ പ്യുവർ റെസിസ്റ്റീവ്, അതുപോലെ ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് പഠിക്കണം. ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരൻറ്റ് പവർ എന്താണ്, ഡിഫറൻസ് എന്താണ്. ദെൻ Q ഫാക്ടർ എന്താണ്, റെസൊണൻസ് ഇൻ RLC സർക്യൂട്ട്, പാരലൽ AC സിംഗിൾ ഫേസ് സർക്യൂട്ട്, വെക്ടർ, ഫേസർ മെത്തേഡ്, വെക്ടറും ഫേസറും, ദെൻ റെസൊണൻസ് ഇൻ പാരലൽ സർക്യൂട്ട്, അതുപോലെ Q ഫാക്ടറും, പാരലൽ സർക്യൂട്ടിലെ Q ഫാക്ടറും. ദെൻ ജനറേഷൻ ഓഫ് പോളിഫേസ് വോൾട്ടേജ്. പോളിഫേസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 3 ഫേസ് വോൾട്ടേജ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഫേസ് സീക്വൻസ് RYB, RBY ഫേസ് സീക്വൻസുകൾ, ഇൻ്റർ കണക്ഷൻ ഓഫ് ദ 3 ഫേസസ്, അതായത് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ്, ആ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ്, സ്റ്റാറിലും ഡെൽറ്റയിലും. ദെൻ ഇതിലെല്ലാത്തിലും വരുന്ന പവർ ഇൻ ദ 3 ഫേസ് സിസ്റ്റം, ഇൻ സ്റ്റാർ സിസ്റ്റം ആൻഡ് ഡെൽറ്റ സിസ്റ്റം ഇക്വേഷൻ, അതിൻ്റെ ചെറിയ പ്രോബ്ലംസ്. ദെൻ പവർ, കറണ്ട് ആൻഡ് പവർ ഫാക്ടർ ഇൻ 3 ഫേസ് ബാലൻസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് 3 ഫേസ് സിസ്റ്റം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ്, അതുപോലെ ബാലൻസ്ഡ് സ്റ്റാർ ഡെൽറ്റ, അതുപോലെ ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ, 3 ഫേസ് പവർ മെഷർമെൻറ്റ്. ഈ 3 ഫേസ് പവർ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ, 3 ആൻഡ് 2 വാട്ട് മീറ്റർ മെത്തേഡ്സ് ഉണ്ട്. സിംഗിൾ വാട്ട് മീറ്റർ, 3 വാട്ട് മീറ്റർ, 2 വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പവർ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടും ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നേരത്തെ എന്നുള്ളത്. അധികം ഈ പറഞ്ഞ സിലബസും അല്ലെങ്കിൽ ടോപ്പിക്സും ഒന്നും അധികം ഒന്നും മാറാൻ ചാൻസ് ഇല്ല. ഇതിൽ GK ഉണ്ടായിരുന്ന പോർഷൻ അങ്ങ് എടുത്തു കളഞ്ഞു, GK ഇല്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം വരാനുള്ളൂ. ഇനി ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ഡിസൈൻ, ദ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക് വയറിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ് എസ്റ്റിമേറ്റ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, കാൽക്കുലേഷൻ ഓഫ് കണ്ടക്ടർ സൈസ്, കറണ്ട് റേറ്റിംഗ് ഓഫ് കോപ്പർ, അതുപോലെ കറണ്ട് റേറ്റിംഗ് ഓഫ് അലൂമിനിയം കേബിൾ. പിന്നെ സിമ്പിൾ കോർ എന്താണ്, വയറിംഗ് ആക്സസറീസ് ഏതൊക്കെയാണ്, ലേഔട്ട് പ്രിപ്പറേഷൻ, ദെൻ വയറിംഗ് ഡയഗ്രാം, എസ്റ്റിമേറ്റ്സ് ഫോർ ഹൗസ്, ഓഫീസ് ബിൽഡിംഗ്, സ്കൂൾ, സിനിമ തിയേറ്റർ. നമ്മൾ ഫൈനൽ ഇയറിൽ ഇപ്പോൾ BTech MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ KTU വരുന്നതിന് മുമ്പ് പഠിച്ച ആളുകൾക്ക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ആണെങ്കിലും ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എന്നൊരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഫൈനൽ ഇയറിലാണ് അതുണ്ടാവുക, ഫൈനൽ സെമസ്റ്ററിലാണ്. അപ്പോൾ ഇപ്പോൾ അത് എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു, അതോ വേറെ സെമസ്റ്ററിലാണോ എന്താണോ. എനിവേ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, വയറിംഗ് ഡയഗ്രാം, എസ്റ്റിമേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡിഫൈൻ ദ ടേംസ് യൂസ്ഡ് ഇൻ ഇലൂമിനേഷൻ. ഇലൂമിനേഷനിൽ യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ്, ലോസ് ഓഫ് ഇലൂമിനേഷൻ, വേരിയസ് ലൈറ്റിംഗ് സ്കീംസ് എന്താണ്, പിന്നെ ഇലൂമിനേഷൻ ലെവൽ, പല പല സ്ഥലത്ത് എത്രമാത്രം ഇലൂമിനേഷൻ ലെവൽ വേണം, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര വേണം, ഒരു സിനിമ തിയേറ്ററിൽ എത്ര വേണം, അങ്ങനെ പല പല കണ്ടീഷൻസിൽ ആണ് പറയുന്നത്. ആൻഡ് സ്പേസ് ഹൈറ്റ് റേഷ്യോ, യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്താണ്, ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്താണ്, മെയിൻ്റനൻസ് ഫാക്ടർ എന്താണ്, ഡിസൈൻ ഓഫ് ലൈറ്റിംഗ് സ്കീംസ് ഫോർ വേരിയസ് റൂംസ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലാംപ്സ്, ഡിസൈൻ ഓഫ് flood lighting schemes, types of lamps, incandescent gas-filled lamps, advantages over vacuum lamps, types of gases used, arc lamp, principle and uses, then halogen lamp, CFL working and uses. CFLൻ്റെ വർക്ക്, ആർക്ക് ലാമ്പിൻ്റെ വർക്ക്, ഗ്യാസ് ഫിൽഡ് ലാമ്പ്, ഇൻകാൻഡസൻ ലാമ്പ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ലാംപ്സും അവിടെ പഠിക്കണം. പിന്നെ എന്താണ് HMPV, അതുപോലെ LMPV ലാമ്പ്, പിന്നെ നിയോൺ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, ഫീൽഡ് ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും വരും. ഇനി അടുത്തൊരു സെക്ഷൻ, ഇലൂമിനേഷൻ കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ വരുന്നത് എർത്തിങ് ആണ്.
എർത്തിങ്ങിനകത്ത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എർത്തിങ്, എന്തിനാണ് എർത്തിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ IS റൂൾസ് ഉണ്ട്, എർത്തിങ്ങിനെ സംബന്ധിച്ച IS റൂൾസ് ഉണ്ട്. ഏതാണ് വരുന്നത്? 3043 ആണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോഡ് IS കോഡ് ഏതാണെന്ന് ചോദിക്കും. ദെൻ ടൈപ്സ് ഓഫ് എർത്തിങ് ഏതൊക്കെയാണ്? പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം അതിൻ്റെ പൈപ്പിൻ്റെ സൈസ് എത്രയാണ്, എത്ര ഡെപ്തിലാണ് ഇത് വരുന്നത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു മെഷർമെൻറ്റും ചോദിക്കുന്നതാണ്. Then rules regarding the power circuit wiring. Power circuit wiringന്റെ റൂൾസ് എന്താണ്? പിന്നെ എസ്റ്റിമേറ്റ്സ്, അതുപോലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് റിഗാർഡിംഗ് ദ വയറിംഗ് പമ്പ് സെറ്റ് ഇൻ സിംഗിൾ ഫേസ് ആൻഡ് 3-phase സിസ്റ്റം, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഓഫ് കൺട്രോൾ പാനൽ ആൻഡ് വയറിംഗ് ഓഫ് സ്മോൾ വർക്ക്ഷോപ്പ്, എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ് ഓഫ് സർവീസ് കണക്ഷൻ വയറിംഗ് യൂസിംഗ് UG കേബിൾ ആൻഡ് OH ലൈൻ, മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഓഫ് OH ലൈൻസ്, ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് ഓഫ് OH ലൈൻസ്, ടൈപ്സ് ഓഫ് UG കേബിൾസ്. UG എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട്, OH എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ലൈൻസ്. അപ്പോൾ അതെന്താണ് വ്യത്യാസം, അതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ പറയും. പിന്നെ പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ദ ഓവർ ഹെഡ് ലൈൻസ് ആണ്. ഓവർ ഹെഡ് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റ് ഫോർ എക്സ്റ്റെൻഡിങ് സിംഗിൾ ഫേസ് ലോ ടെൻഷൻസ് ഡിസ്ട്രിബ്യൂട്ടർ ലൈൻസ്, അതുപോലെ 3-phase ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, സ്ട്രീറ്റ് ലൈറ്റിംഗ് യൂസിങ് ദ ഓവർ ഹെഡ് ലൈൻസ്, എങ്ങനെയാണ് സ്ട്രീറ്റ് ലൈറ്റിംഗ് നടത്തുന്നത്, UG കേബിൾസ്, എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ് ഓഫ് 11 kV OH ലൈൻ എക്സ്റ്റൻഷൻ. ഇനി അടുത്തത് സബ്സ്റ്റേഷൻ ആണ്. സബ്സ്റ്റേഷനിൽ IE റൂൾസ് ഉണ്ട് റിഗാർഡിംഗ് ദ സ്പേസിംഗ് ഓഫ് ദ കണ്ടക്ടർ, എത്രമാത്രം സ്പേസിംഗ് വേണം, ഡിസ്റ്റൻസ് ഫ്രം ദ ബിൽഡിംഗ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ എറക്റ്റിംഗ് ദ 11 kV സബ്സ്റ്റേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ, 4-pole മൗണ്ടഡ് സബ്സ്റ്റേഷൻ, പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ, അതുപോലെയുള്ള നമുക്ക് പഠിക്കേണ്ടി വരും. H സബ്സ്റ്റേഷൻ. ഡിഫൈൻ ദ ഇൻസ്റ്റാളേഷൻ സ്കീം ഫോർ എ ടു ലാർജ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് PSC ബേസിസിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. അതൊന്നും നമുക്കറിയാം, പിക്ചർ വരയ്ക്കാനോ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ ഒന്നുമല്ല, നമ്മൾ എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ച പോലെ അല്ല എന്നറിയാം. അപ്പോൾ അത് എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു, ഏതൊക്കെ പോർഷനിലാണ് വെയിറ്റേജ് ഉള്ളതെന്ന് നമുക്ക് നാളെ മുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ഡിസൈൻസ് ഓഫ് ദ റേറ്റിംഗ്സ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ്, ACBs, MCCB, bus bar, cables, capacitor bank, generator, change over mechanism, transformer, etc. as per the rules. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസൈനിങ്ങിന് എന്താണ്, MCCB, MCB, CB അങ്ങനെ എല്ലാത്തിനും ELCB അതൊക്കെ എന്താണ്, റേറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഡിസൈനിൻ്റെ ആ ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡിസൈനിൻ്റെ മെയിൻ റൂൾ എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ. ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിൽ ആദ്യം തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് പഠിക്കും. നമ്മൾ ബേസിക്കലും ആദ്യം ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് പഠിച്ചിരുന്നു. ഇനി ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങും വെൽഡിങ്ങും പഠിക്കണം. അപ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ്, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, അതുപോലെ ഹീറ്റിംഗ് മെറ്റീരിയൽസ്, അതിൻ്റെ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് അതാണ് ഉദ്ദേശിച്ചത്. ദെൻ ഹീറ്റിംഗ് എലമെൻസിൻ്റെ ഡിസൈൻ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, റെസിസ്റ്റൻസ് അവൻസ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടെമ്പറേച്ചർ കൺട്രോൾ. പിന്നെ വരുന്നത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അത് ടച്ച് ചെയ്യാതെ തന്നെ വരുന്ന ഹീറ്റിംഗ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്തൊക്കെയാണ്, ഇൻഡക്ഷൻ ഫേർണസ് എന്തൊക്കെയാണ്, കൊറിയൻ ടൈപ്പ് ആൻഡ് ഇവിടെ കൊറിയന് കിടക്കുന്ന വേറെ ഒന്നുമല്ല, കോർ ടൈപ്പ് എന്നാണ് കേട്ടോ. കോർ ടൈപ്പ് ആൻഡ് കോർലെസ് ടൈപ്പ് ഫർണസിൻ്റെ കാര്യം പറയും. ദെൻ ഹൈ ഫ്രീക്വൻസി എഡി കറന്റ് ഹീറ്റിംഗ്. അപ്പോൾ ഈ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡിപ്ലോമ പോളിടെക്നിക് പഠിച്ചവർക്ക്, പോളിടെക്നിക് ഇലക്ട്രിക്കൽ പഠിച്ചവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ബുക്സ് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ഈസി ആയിരിക്കും, ആ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പം ഉണ്ടാവും. ആൻഡ് ദെൻ ആർക്ക് ഫർണസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടൈപ്പ്. ഇലക്ട്രിക് വെൽഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിലും അതിൻ്റെ ടൈപ്സ് പഠിക്കണം. റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്, സ്പോട്ട് വെൽഡിംഗ് ഉണ്ട്, പ്രീ വെൽഡിംഗ് ഉണ്ട്, സീം വെൽഡിംഗ് ഉണ്ട്, ദെൻ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. പിന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ആർക്ക് വെൽഡിംഗ് ഏതൊക്കെയാണ്, വെൽഡിംഗ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതൊക്കെ എന്തിനാണ് റിക്വയർമെൻറ്റ് പഠിക്കണം. യൂസ് ഓഫ് ദ റിയാക്ടർ ഫോർ ദ കൺട്രോൾ ഓഫ് ദ വെൽഡിംഗ് കറണ്ട്, വെൽഡിംഗ് കറണ്ടിൻ്റെ കൺട്രോളിന് വേണ്ടി എന്ത് വേണം, റിയാക്ടർ എന്തിന് യൂസ് ചെയ്യുന്നു. തേർഡ്, ബ്രഷ് ആൻഡ് ബൈപോളാർ വെൽഡിംഗ് ജനറേറ്റേഴ്സ് എന്തിനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. അടുത്തത് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ദ ഇൻഡസ്ട്രിയാണ്.
ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൽ തന്നെ മെക്കാനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, ഫ്രെയിം സൈസും ഉണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ PDF ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്യാം. അപ്പോൾ നോക്കുക. ദെൻ ഇതിൽ ഫ്രെയിം സൈസ്, റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ഫ്രെയിം സൈസ്, ടൈപ്സ് ഓഫ് എൻക്ലോഷർ ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് മോട്ടറിൻ്റെ ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഡ്രൈവ് ഉണ്ട്. അത് തന്നെ ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഉണ്ട്, മൾട്ടി മോട്ടർ ഡ്രൈവ്സ് ഉണ്ട്. മാച്ചിങ് ദ ഡ്രൈവ് വിത്ത് ലോഡ് അതൊരു കാര്യമാണ്. ബേസിക് ക്ലാസസ് ഓഫ് ഡ്യൂട്ടി, ദെൻ കണ്ടിന്യൂസ്, ഷോർട്ട് ടൈം, ഇൻ്റർമീഡിയറ്റ് പീരീഡ് ഡ്യൂട്ടി, then selection of electric drive, steel mill, paper mill, cement mill, etc. Then അടുത്ത വരുന്ന ഇലക്ട്രിക് ട്രാക്ഷൻ, സിസ്റ്റം ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ, ഡയറക്റ്റ് ഇലക്ട്രിക് ട്രാക്ഷൻ, ഡീസൽ ഇലക്ട്രിക് ട്രാക്ഷൻ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പെസിഫിക് എനർജി കൺസപ്ഷൻ. അടുത്ത ട്രാക്ഷൻ മോട്ടോഴ്സ് ആണ്. ട്രാക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ AC മോട്ടോ, DC മോട്ടോ, പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരും. കൺട്രോൾ ഓഫ് DC മോട്ടർ ഉണ്ട്, അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് കൺട്രോൾ ഓഫ് DC മോട്ടോർ, ആൻഡ് സ്പീഡ് കൺട്രോൾ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീരീസ് പാരലൽ കൺട്രോൾ സിസ്റ്റംസ് ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ, DC സിംഗിൾ ആൻഡ് ത്രീ ഫേസ് സിസ്റ്റംസ് ഓഫ് സപ്ലൈ. അടുത്ത നമ്മൾ DC മെഷീനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നു. അതിൽ ബേസിക് ഇലക്ട്രോമാഗ്നറ്റിക് ലോ വരുന്നു, EMF ജനറേഷൻ, അതെല്ലാം നമ്മൾ ബേസിക് ഇലക്ട്രിക്കലി പഠിച്ചാണ്. എന്നാലും ആ പോർഷൻസ് ഒക്കെ തന്നെയാണ് ഇതിലും പിന്നീടും വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടോർക്ക് ബാലൻസ്, പവർ ലോസസ്, എഫിഷ്യൻസി ഓഫ് ജനറേറ്റർ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് മോട്ടോർ, വെന്റിലേഷൻ, കൂളിംഗ്, അങ്ങനെ എല്ലാ ടോപ്പിക്കും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ, DC ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ വേണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറേറ്റർ ഉണ്ട്, എക്സൈറ്റേഷൻ ബേസ് ചെയ്തിട്ട്. പിന്നെ ഈക്വലൈസർ കണക്ഷൻ എന്താണ്, ആർമേച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ്, ലപ്പ് വൈൻഡിങ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, അങ്ങനെ പല തരത്തിൽ വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പഠിക്കണം. അപ്പോൾ ഒരുപാടുണ്ട് ശരിക്കും പഠിക്കാനായിട്ട്. ആർമേച്ചർ റിയാക്ഷൻ ഉണ്ട്, അതിൻ്റെ എഫക്റ്റ് എന്താണ് ആർമേച്ചർ റിയാക്ഷൻ, അതെങ്ങനെ റിഡ്യൂസ് ചെയ്യാം, കമ്മ്യൂട്ടേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ പഠിക്കണം. എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്, ദെൻ യൂസ് ഓഫ് DC ജനറേറ്റർ എന്തൊക്കെയാണ് DC. അപ്പോൾ അത് മെയിനായിട്ടും വരുന്നത് ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയുള്ള അങ്ങനെ ഒരു മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന DC ഷൺ മോട്ടറാണ്. അഗെയിൻ ജനറേറ്ററിൻ്റെ കേസിൽ അങ്ങനെ ചോദിക്കും. ദെൻ DC മോട്ടർ ആണെങ്കിലും എന്താണ് ബാക്ക് EMF, വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്, ടോർക്ക് ഇക്വേഷൻ എന്താണ്, ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരും, ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട് വരുന്നു. ദെൻ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് വരുന്നു, ടെസ്റ്റിംഗ് ഓഫ് മോട്ടേഴ്സ് വരുന്നു, പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. പിന്നെ ലോസസ് ഉണ്ട്, എഫിഷ്യൻസി ഡിറ്റർമിനേഷൻ ഉണ്ട്, സിൻബേൺ ടെസ്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കണം. ഒരുപാട് ലെങ്തിയാണ് വീഡിയോ, പറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഒരു സിലബസ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഒന്ന് എക്സ്പ്ലനേഷൻ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്, അതുകൊണ്ടാണ് ലെങ്തി ആക്കിയത്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, വാട്ട് ഇസ് ദ ഡിഫറൻസ്, അതിന് ഏതൊക്കെയാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ബ്രാക്കറ്റിൽ തരും എമംഗ് ദീസ് വിച്ച് ഈസ് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്, അതുപോലെ ഇലക്ട്രോ ക്യാരക്ടറിസ്റ്റിക്സ്, ആപ്ലിക്കേഷൻ ഓഫ് സോളാർ എനർജി ഡിവൈസസ്, പിന്നെ വിൻഡ് എനർജി ബേസിസ്, ക്ലാസിഫിക്കേഷൻ, വിൻഡ് എനർജിയുടെ ക്ലാസിഫിക്കേഷൻ, വിൻഡ് എനർജി ടർബൈൻ, കൺവേർഷൻ ഓഫ് വിൻഡ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ബ്രീഫ് ഐഡിയ, ആപ്ലിക്കേഷൻ ഓഫ് വിൻഡ് എനർജി ഡിവൈസസ്. പിന്നെ കോൺസെപ്റ്റ്സ് ഓഫ് ഓഷ്യൻ എനർജി, കോൺസെപ്റ്റ്സ് ഓഫ് വേവ് എനർജി, മെത്തേഡ്സ് ദാറ്റ് ഈസ് ഹൈബ്രിഡ് സൈക്കിൾ, ഫിസിക്കൽ പ്രിൻസിപ്പിൾ, ഫിക്സഡ് ഡിവൈസസ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ്. പിന്നെ വരുന്നത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് പവർ ജനറേഷൻ വരും, അതിൽ എക്കണോമിക് പവർ എന്താണ്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ ലൈൻ എലമെൻറ്റ്സ്, റിയാക്ടൻസ്, അതൊക്കെ വരുന്നു. ദെൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്, സാഗ് എന്താണ് ട്രാൻസ്മിഷൻ ലൈൻസിൽ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം AC-യും DC-യും അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി വേണം. ദെൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാൽക്കുലേഷൻ, അതിൻ്റെ ഫ്യൂസസ് എന്താണ്, സർക്യൂട്ട് ബ്രേക്കർ, റിലേ, പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റർ, പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ, ട്രാൻസ്മിഷൻ ലൈൻ, എർത്തിങ് ആൻഡ് ലൈറ്റ്നിങ് അറസ്റ്റ്. ഇനി അടുത്തത് AC മെഷീനും ഉണ്ട്. AC മെഷീൻ വരുമ്പോൾ ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്,
സിങ്ക്രണസ് ജനറേറ്റർ ആണ് മെയിനായിട്ട് AC മെഷീൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് വേണം, പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 or more alternators വേണം. എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ട്രാൻസ്ഫോമറും തമ്മിൽ വ്യത്യാസം വരും. ഒരു റെഗുലേഷൻ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ദെൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്താണ്, ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ എന്താണ്, ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ, ദെൻ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റിംഗ്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ, അതൊക്കെ വരുന്നുണ്ട്. ഈ മെഷർമെൻറ്റ്സിനകത്തും അത് വരുന്നുണ്ട്, കറണ്ട് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഓഫ് RLC, ദെൻ CRO, ഞാനിപ്പോൾ എല്ലാം ഒന്നും വായിക്കുന്നില്ല. ദെൻ ഇലക്ട്രോണിക്സിലാണെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ്, അതുപോലെ സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇത്രയാണ് മെയിൻ ടോപ്പിക്സ് ആദ്യത്തെ വരുന്നത്. നമുക്കറിയാം എല്ലാ ഇലക്ട്രോണിക് കോമ്പോണൻസും, റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ട്രാൻസ്ഫോമറും ഒക്കെ അതിനകത്ത് വന്നു. ദെൻ AC ത്രൂ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റർ ആദ്യം നമ്മൾ പഠിച്ച പോലെ, ക്യൂ ഫാക്ടറൊക്കെ ഇവിടെയും പിന്നെയും റെപ്പറ്റീഷൻ വരുന്നുണ്ട് കുറേ ടോപ്പിക്കുകൾ. പിന്നെ ഇവിടെ വരുന്നത് ഒരു കാര്യം, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഡയോഡ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, പല ടൈപ്പിലുള്ള ഡയോഡ്സ് പഠിക്കണം. ട്രാൻസിസ്റ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റി LED, LCD അതൊക്കെ പഠിക്കണം. പവർ ഡിവൈസസ് ആയ SCR, ഡയാക്ക്, ട്രയാക്ക്. ദെൻ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇൻ്റർസ്റ്റേജ് കപ്ലിംഗ് എന്താണ്, ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ, പിന്നെ ഓഡിയോ പവർ ആംപ്ലിഫയർ ഉണ്ട്, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്, ഓസിലേറ്റേഴ്സ് ഉണ്ട്, മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ട്, ഷ്മിറ്റ് ട്രിഗർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാമ്പിനകത്ത് നമ്പർ സിസ്റ്റം, ഡിജിറ്റൽ സർക്യൂട്ട്, ബൂളിയൻ ഓൾജിബ്ര, ഇൻട്രൊഡക്ഷൻ ടു ലോജിക് തിയറി, സ്വിച്ചിങ് ഫംഗ്ഷൻസ് ആൻഡ് ഓർ നോട്ട് ആൻഡ് നോർ എക്സോർ ഓപ്പറേഷൻ, ലോജിക് ഫാമിലി, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷനകത്ത് മോഡുലേഷൻ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, അതുപോലെ തന്നെ ഫേസ് മോഡുലേഷൻ, ദെൻ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, ഡീമോഡുലേഷൻ എന്താണ്, റേഡിയോ റിസീവർ, ആൻറ്റിന, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ഷോർട്ടായിട്ട് മതി. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും പഠിക്കണം. അപ്പോൾ ഇനി അടുത്തത് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിനും കോമൺ ആയിട്ട് വരുന്നതാണ്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ പവർ കൺട്രോൾ ഡിവൈസസ്, കൺവേർട്ടർ, ഇൻവേർട്ടർ, പിന്നെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, PLC, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, പവർ സപ്ലൈസ്, UPS ഒക്കെ വരുന്നു, SMPS വരുന്നു. ദെൻ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളർ ഫാമിലി 8051, മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ, പ്രോഗ്രാമിംഗ്, ഇൻ്റർഫേസിങ്, ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ വരും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങും ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നു, ചെറിയ കാര്യങ്ങൾ. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പോണൻറ്റ്സ്, വർക്കിംഗ് ഓഫ് ദ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, വിൻഡോസ്, OS ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, അതൊക്കെ പഠിക്കേണ്ടി വരും. ഫ്ലോ ചാർട്ട്, അൽഗോരിതം, അതൊക്കെ ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് എന്ത് PSCക്ക് ചോദിക്കാം, എന്ത് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. കാരണം പാർട്ട് 3 ആയിട്ട് കൊടുത്തിരിക്കുന്ന ജനറൽ നോളജും കറണ്ട് അഫെയർസും റിനേസൻസും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസ് നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്സും ഉണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിലും സബ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. ഏത് ടോപ്പിക്കാണ് നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റും ചെയ്യാവുന്നതാണ്. ഇതൊരു പഴയ സിലബസ് ആണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക ഇനിയും. താങ്ക്